everyone. സോ നമ്മുടെ ബ്രില്യൻ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു വിജയമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. എല്ലാ പ്രാവശ്യത്തെയും പോലെ അതിലും ഇരട്ടി മധുരം തരുന്ന വിജയമായിരുന്നു ഈ പ്രാവശ്യം നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളോട് ഇപ്പോൾ ഉള്ളത് അഭിഷേക് വിജയാണ്. നിങ്ങൾക്കറിയാം 720 720 മാർക്കും ആദ്യം കരസ്ഥമാക്കി. പിന്നെ നമ്മുടെ നീറ്റിൻ്റെ വിധിയൊക്കെ വന്നപ്പോൾ കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി. എന്നാലും നമ്മുടെ എല്ലാവരുടെ മുന്നിലും 720 തന്നെ കിട്ടിയ നമ്മുടെ അഭിഷേകാണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അഭിഷേകിനോട് ചോദിച്ചു നോക്കാം എങ്ങനെയായിരുന്നു നമ്മുടെ ഈ ഒരു ബ്രില്യൻറ്റിലെ ജേണി എന്നുള്ള കാര്യം. അപ്പോൾ അഭിഷേക് ഏതായിരുന്നു, ഇപ്പം എന്താണ് സ്കോർ ഉള്ളത്? 720 ആയിരുന്നു ആദ്യം, ഇപ്പം എങ്ങനെയാണ് സ്കോർ ഉള്ളത്? ഇപ്പം സ്കോർ 715 റാങ്ക് 73ലേക്ക് ഷിഫ്റ്റായി. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ വിധി വരുന്നതിൽ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ? അത് ശരിക്കും നീറ്റ് എക്സാമിന് ശേഷമാണ് ശരിക്കും ആൾക്കാർ പറയുന്ന വിധത്തിലുള്ള നീറ്റ് എക്സാമിൻ്റെ ടെൻഷൻ ഞങ്ങൾ അനുഭവിച്ചത്. ഏതാണ്ട് വിധി വരുന്നവരെയും അതങ്ങനെ തന്നെ പോയി എന്താകും എന്നുള്ളൊരു അറിയാത്തൊരവസ്ഥയിൽ നിന്നതുകൊണ്ട് തന്നെ പിന്നെ റീനീറ്റ് ഇല്ല എന്നുള്ളതിൻ്റെ ആ ഒരു സന്തോഷം മനസ്സിൽ എപ്പോഴും തന്നെ കാണും. ഓക്കെ, അപ്പോൾ വീട് എവിടെയായിരുന്നു മോനെ? എൻ്റെ വീട് ആദിച്ചനല്ലൂരാണ്, കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ എന്നൊരു സ്ഥലത്തിന് അടുത്തായിട്ട് വരും. വീട്ടിലാരൊക്കെയാണ് ഉള്ളത്? വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചിയുണ്ട്, പിന്നെ അമ്മൂമ്മയും വീട്ടിൽ എല്ലാവരും ഉണ്ട്. ബ്രില്യൻറ്റിലെ ഏത് പ്രോഗ്രാം ആയിരുന്നു മോൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ ബ്രില്യൻറ്റിലെ റിപ്പീറ്റേഴ്സ് 24 ബാച്ചായിരുന്നു. P3 എ ബ്ലോക്കിൽ P3 ബാച്ചിലായിരുന്നു. എ ബ്ലോക്കിൽ P3 ബാച്ചായിരുന്നു. എങ്ങനെയായിരുന്നു മെൻറ്റർ സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? ആരായിരുന്നു ക്ലാസ് ടീച്ചർ? ആരായിരുന്നു ക്ലാസ് ടീച്ചർ? നയന മിസ് ആയിരുന്നു. കോർഡിനേറ്റർ ബിജു സാറായിരുന്നു. പിന്നെ ഹോസ്റ്റലിലാണെങ്കിൽ ഹോസ്റ്റൽ വാർഡൻസ് ടോം സാറും ആജി സാറും ആയിരുന്നു. ഇവരെല്ലാവരും നമ്മളിപ്പോൾ എന്ത് തെറ്റ് ചെയ്താലും നല്ലത് ചെയ്താലും സാറുമാർ നമുക്ക് ആ ഒരു രീതിയിൽ നമ്മൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ച് ആയിരുന്നു അല്ലേ? അതെ, ഒരു രീതിയിൽ നെഗറ്റീവ് നമ്മളടുത്ത് പറയാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും നല്ലത് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഒരിക്കലും ഏറ്റവും പൊക്കി നിർത്തി നമ്മളുടെ മനസ്സിലൊരു അഹങ്കാര രീതിയിൽ ഉണ്ടാക്കാതിരിക്കാൻ അതാത് രീതിയിൽ നമ്മളെ കൺട്രോൾ ചെയ്ത് നിർത്താനും സാറുമാർ ടീച്ചറും സഹായിച്ചു, വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രില്യൻറ്റിൽ ഈ ഒരു മൊമെൻറ്റിൽ ഇപ്പം നിൽക്കുന്ന സമയത്ത് എന്താണ് തോന്നുന്നത്? വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു വർഷം ഇത്രയും കഷ്ടപ്പെട്ടതിൻ്റെ ഫുൾ റിസൾട്ട് ഇപ്പോഴാണ് ശരിക്കും ആയത്. ഇനിയിപ്പോൾ ഡ്രീം കോളേജിലോട്ട് പോകാൻ തന്നെ പറ്റും. അപ്പോൾ അതിൻ്റെ ആ ഒരു ആഹ്ലാദത്തിൽ തന്നെയാണ് ഞാൻ. ബ്രില്യൻറ്റിലെ ഏത് ഫെസിലിറ്റിയാണ് ഭയങ്കരമായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയി എനിക്ക് ഇത്രയും മാർക്ക് കിട്ടാൻ അത് ഭയങ്കരമായിട്ട് സഹായിച്ചു എന്ന് തോന്നുന്ന ഒരു കാര്യം എന്തായിരുന്നു? അങ്ങനെ ഇപ്പോൾ ബ്രില്യൻ്റ് അങ്ങനെ പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ എടുത്ത് പറയാനുണ്ട്. ഇപ്പം ഹോസ്റ്റലിലാണെങ്കിൽ എനിക്ക് കിട്ടിയ ഹോസ്റ്റൽ എനിക്ക് തോന്നുന്നത് ഞാൻ ബാക്കി ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കിട്ടിയ ഹോസ്റ്റൽ എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നു. ഏത് ഹോസ്റ്റലായിരുന്നു? പ്രൈഡ് ഹോസ്റ്റലായിരുന്നു. അവിടെ സാറുമാരാണെങ്കിലും കൂടുള്ള ഹോസ്റ്റൽ മീൻസ് ഒരു രീതിയിലും ടോക്സിസിറ്റി ഇല്ലാത്തവരെ കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭാഗ്യമാണ്, പ്രത്യേകിച്ച് ഇത്രയും കോമ്പറ്റീഷനുള്ളൊരു ഫീൽഡിൽ. അപ്പോൾ അങ്ങനെ കിട്ടി. അതിൻ്റെ ഒരു സപ്പോർട്ട് എന്നെ നല്ലപോലെ ബലപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ലൈബ്രറി ഫെസിലിറ്റീസ്, ഏത് ബുക്കും നമുക്ക് എടുക്കാം, എപ്പം വേണേലും എടുക്കാം, ഒരു രീതിയിൽ നമുക്ക് അവിടെ ഇല്ല എന്നൊരു വാക്ക് വരത്തില്ല. പിന്നെ ലേണിംഗ് ആപ്പ് ആണെങ്കിലും ലേണിംഗ് ആപ്പിനെ പറ്റി എനിക്ക് ഒരുപാട് പറയാനുണ്ട്. കാരണം നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും അവസാനം ഒരു ഏപ്രിൽ മാസമൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടാതെ വരും. നമ്മുടെ ബ്രില്യൻറ്റിലെ ഫുൾ പ്രിൻ്റഡ് മെറ്റീരിയൽസ് ഫുള്ള് നമ്മൾ തീർത്തൊരവസ്ഥയിലേക്ക് വരും. അന്നേരമാണ് ഞാൻ ലേണിംഗ് ആപ്പിലെ JEEയുടെ ക്വസ്റ്റ്യൻസും പിന്നെ നീറ്റിൻ്റെ കുറേ പ്രീവിയസ് ഇയേഴ്സും എല്ലാം നോക്കി. അങ്ങനെ ലേണിംഗ് ആപ്പ് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു സഹായത്തോടു കൂടി തന്നെയാണ് എനിക്ക് ഏപ്രിൽ മാസം ലാസ്റ്റ് മാസത്തിൽ എനിക്ക് പിടിച്ചു വെക്കാൻ പറ്റിയത്. ലേണിംഗ് ആപ്പിൻ്റെ നല്ലൊരു സഹായം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫാക്കൽറ്റി എല്ലാവരും നല്ല രീതിയിൽ നമുക്ക് കൺസെപ്റ്റ് നല്ലപോലെ ക്ലിയർ ആക്കി തരും. ഏത് ഫാക്കൽറ്റി തന്നെയാണ് ഏറ്റവും ഇഷ്ടമുള്ളത് ഇവിടെ? അതിപ്പോൾ എന്നാലൊരു പേഴ്സണലായിട്ടൊരു ഫേവറേറ്റ് ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരാളുണ്ടോ? എനിക്കൊരു ഗ്രൂപ്പ് ഓഫ് സാറുമാർ എനിക്കിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻസ്പയർ ആയിട്ടുണ്ട്. ഇപ്പം എല്ലാ സബ്ജക്റ്റിലും ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും മൂന്നിലും സാറുമാരും ടീച്ചർമാരും ഉണ്ട്. അവർ തന്നെ ഒരുപാട് കണ്ടൻറ്റ് എനിക്ക് സത്യമായിട്ടും ക്ലിക്കായിട്ടുണ്ട് മനസ്സിൽ. അതാണ് പറയാനുള്ളത്. ശരിക്കും ഈ ഒരു സ്കോർ ആദ്യം മുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നു? എയിം ചെയ്തിട്ട് തന്നെയായിരുന്നു പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്? ഞാൻ ശരിക്കും റിപ്പീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നീറ്റ് എക്സാം 2023 എഴുതിയ സമയത്ത് എനിക്ക് ഫിസിക്സ് സ്ട്രോങ് ആയിരുന്നു. പക്ഷേ ബയോളജിയിൽ ഞാൻ നല്ല വീക്കായിരുന്നു. ഈവൻ 200 മാർക്സിൽ ബിലോ ആണ് എനിക്ക് കിട്ടിയിരുന്നത് ഏതാണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് ബയോളജിയാണ് ഏറ്റവും വീക്കെന്ന് മനസ്സിലായതോടെ ഫിസിക്സിലെ ആ ഫോക്കസ് കുറച്ച് ബയോളജിയിലേക്ക് കൂടുതൽ കൊണ്ടുപോയി. അപ്പോൾ അച്ഛനും അമ്മയും റിലേറ്റീവ്സും എല്ലാവരും എപ്പോഴും പറയായിരുന്നു ഫിസിക്സ് ആണ് കൂടുതൽ കയ്യിൽ പിടിക്കാൻ പാട്, ഫിസിക്സ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബയോളജി ഒരുവിധം ഓക്കെ ആക്കി കിട്ടും. അതോടെ അപ്പം എന്തായാലും നിനക്ക് 700 മുകളിൽ കിട്ടും എന്നുള്ളൊരു വാക്ക് കേട്ട് തന്നെയാണ് ഞാൻ ബ്രില്യൻറ്റിലേക്ക് വരുന്നത്. അതെപ്പോഴും മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. അവസാനം നീറ്റ് എക്സാം എഴുതുമ്പോഴും 700 മുകളിൽ കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു, തെറ്റോ എഴുതും. പിന്നെ അച്ഛനും അമ്മയാണ് കീ നോക്കിയത്. എനിക്ക് ടെൻഷൻ ആ സമയത്ത് എക്സാം എഴുതുന്നത് വരെ ഇല്ലായിരുന്നെങ്കിൽ പോലും എഴുതി കഴിഞ്ഞ് എനിക്ക് നല്ല ടെൻഷനായിരുന്നു. അങ്ങനെ ഞാൻ അച്ഛനും അമ്മയുടെയും കൊടുത്ത് അവർ രണ്ടുപേരാണ് കീ ചെക്ക് ചെയ്തത്.
അങ്ങനെ കീ ചെക്ക് ചെയ്തപ്പോൾ ആദ്യം ബ്രില്യൻ്റ് ഇറക്കിയ കീയിൽ 720 വന്നു. പിന്നെ ND ഇറക്കിയ പ്രൊഫഷണൽ ആൻസർ കീയിൽ 715 പിന്നെ ചലഞ്ച് ചെയ്ത് 720 പിന്നെ സുപ്രീം കോടതിൻ്റെ വിധി വെച്ച് പിന്നെ 715 ഇങ്ങനെ നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ പാരൻസിൻ്റെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? പാരൻസിൻ്റെ സപ്പോർട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ അച്ഛനും അമ്മയും എന്ത് കാര്യം പറയാനും ആദ്യം നമ്മൾ പറയുന്ന അച്ഛനും അമ്മയോടും ആണല്ലോ. പിന്നെ ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആവശ്യം പറഞ്ഞാലും അപ്പോഴേ അച്ഛൻ വേറെ ഒന്നും നോക്കാതെ ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ട് വരുമായിരുന്നു. അച്ഛനും അമ്മ എല്ലാ ആഴ്ചയും വരുമായിരുന്നു, ബ്രില്യൻ്റ് കാണാൻ വരുമായിരുന്നു. പിന്നെ ചേച്ചി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ MBBS. ചേച്ചി ഒരു പ്രചോദനമായിരുന്നു. ചേച്ചി ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചതാണ് അല്ലേ? അപ്പോൾ ചേച്ചിയുടെ ആ ഒരു പാതയിൽ തന്നെ പോകണം എന്നുള്ളതായിരുന്നു. ചേച്ചി അന്ന് പോകുമ്പോഴേ ചേച്ചി ഓരോ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നതും പഠിക്കുന്ന ആ ഒരു കാര്യങ്ങളും ഞാൻ അന്നേരം എല്ലാം ചേച്ചിയുടെ സമയത്ത് അച്ഛനും അമ്മയും ഓരോ ആഴ്ച വീതം വരുമായിരുന്നു. അന്നേരവും ഞാനും കൂടെ വരുമായിരുന്നു. അപ്പം അന്ന് തൊട്ടേ ബ്രില്യൻ്റ് കാണുന്നുണ്ട് അല്ലേ? അന്ന് മുതലേ ബ്രില്യൻ്റിലെ മൊത്തം ആ ഒരു സിസ്റ്റം മനസ്സിലാക്കി വെക്കാൻ പറ്റി. അപ്പോൾ അതൊക്കെ ആ ഒരു അറിവുണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഹെസിറ്റേഷനൊന്നും ഇല്ലായിരുന്നു. ബ്രില്യൻ്റിൽ പോകണം, ആദ്യം കിട്ടാതിരുന്നപ്പോൾ ബ്രില്യൻ്റിൽ പോകണോ പോകണ്ടേ അങ്ങനെ ഒരു ഹെസിറ്റേഷൻ വന്നില്ല. എനിക്ക് പോകണോ, ഒറ്റ ചോയ്സേ ഉണ്ടായിരുന്നുള്ളൂ ബ്രില്യൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡ്രീം ആയിട്ട് ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഡ്രീം ചെയ്തിട്ടുള്ള ആ ഒരു മെഡിക്കൽ കോളേജ് ഏതാണ്? ഇപ്പോൾ ഞാൻ ഒരു +2 സമയത്തായപ്പോഴാണ് ശരിക്കും മെഡിക്കൽ ഫീൽഡിലോട്ട് തന്നെ തിരിഞ്ഞത്. അതിന് മുമ്പ് എനിക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ടായിരുന്നു ശരിക്കും താല്പര്യം. അപ്പോൾ മെഡിക്കൽ ഫീൽഡിലോട്ട് കയറിയത് തന്നെ എനിക്കൊരു റിസർച്ച് ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടുത്തങ്ങൾ ലോകത്തിന് കൊടുക്കണമെന്നുള്ള രീതിയിലുള്ള ആഗ്രഹത്തിലാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ജിപ്മർ കോളേജ് ആകുമ്പോൾ അവിടെ അത് റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള കോളേജാണ്. നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ്സിന് ഇല്ലെങ്കിലും പോസ്റ്റ് ഗ്രാജുവേറ്റ്സിന് റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള കോളേജാണ്. പക്ഷേ അവിടെ പഠിക്കാമെന്നാണ് ഞാൻ അന്ന് പോലെ ഒന്ന് ആലോചിച്ചിരുന്നത്. ഇപ്പോൾ എന്തായാലും കിട്ടിയ റാങ്ക് അനുസരിച്ച് അവിടെ കിട്ടുമെന്ന് ഉറപ്പായി. അതിൽ അതിയായ സന്തോഷമുണ്ട്. ജിപ്മറിൽ പോകാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പം ആ വിശ്വസമൊക്കെ നടക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. ഇനിയും ബ്രില്യൻ്റ് കൂടെ എപ്പോഴും ഉണ്ടാവും. ഇനി നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ ഇപ്പോൾ +1 +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന നീറ്റിനൊക്കെ വരണം അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി മോൻ എന്താണ് പറയാനുള്ളത്? ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് നമ്മുടെ ആഗ്രഹം ഒരിക്കലും നമ്മൾ തളർത്താതിരിക്കുക. ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് ചാൻസിൽ കിട്ടാതെ പോയതിനകത്തുള്ള ഏറ്റവും വലിയ 2 കാരണം, ഒന്ന് എനിക്ക് എന്തിന് പോകണമെന്ന് എനിക്ക് ശരിക്കും ഒരു ഉറപ്പില്ലായിരുന്നു. ശരിക്കും ഒരു ഉറപ്പില്ലായിരുന്നു. എനിക്ക് എഞ്ചിനീയറിംഗ് എത്രമാത്രം ഇഷ്ടമായിരുന്നു അതേപോലെ ഈക്വലി എൻ്റെ മെഡിക്കൽ ഫീൽഡ് ഇഷ്ടമായിരുന്നു. അപ്പോൾ ശരിക്കും അത് 2 ഇഷ്ടമല്ലാഞ്ഞുകൊണ്ടല്ല, 2 ഇഷ്ടമായിരുന്നു. അപ്പോൾ എന്തിലേക്ക് പോകണമെന്നൊരു തീരുമാനം ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ശരിക്കും +2 കഴിഞ്ഞ് എനിക്ക് കിട്ടാതെ പോലെ വളരെ വലിയൊരു കാരണം. അപ്പം നിങ്ങൾ ശരിക്കും ഒരു എയിം ഇപ്പം തന്നെ ക്രിയേറ്റ് ചെയ്യുക, അതിലേക്ക് ഫോക്കസ് ചെയ്യുക, വേറെ വളഞ്ഞു പോകരുത്. ഇപ്പോൾ തന്നെ ഞാൻ മാത്സും ബയോളജി ഒരുപോലെ ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക്. അത് എക്സ്ട്രാ എക്സലൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അപ്പം ഒരു +1 കയറി ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ എയിം സെറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ അതനുസരിച്ച് പഠിക്കുക, സ്വന്തമായിട്ടുള്ള പഠിക്കുന്ന രീതി നിങ്ങൾക്ക് അതിൻ്റെ കൂടെ പഠിക്കും. ആരാണേലും അവർ ഒരു 3 മാസം നല്ലപോലെ കഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ അവർക്ക് തന്നെ സ്വന്തമായിട്ട് പഠിക്കുന്ന രീതി കിട്ടും. അപ്പോൾ അങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കും നല്ലൊരു സ്കോറിലേക്ക് എത്തിച്ചേരാം. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും എത്താം അല്ലേ? ഓക്കെ, അപ്പം ഇനിയും ഫ്യൂച്ചറിൽ മോൻ വിചാരിക്കുന്ന പോലെ എല്ലാ സ്ഥലത്തും എത്തിപ്പെടട്ടെ എന്നും നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയാണ്. അപ്പം ശരി, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.